കഴിഞ്ഞ ഹാപ്പി ലേണിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സംഖ്യകളുടെ വർഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമായിരുന്നു. സംഖ്യകളെക്കുറിച്ചുള്ള പഠനം തന്നെ വളരെ വൈഡായിട്ട് നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് പോകാനുള്ള ഒന്നാണ്. സംഖ്യകളുടെ ഉത്ഭവം നമുക്കറിയാൻ പറ്റും. മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ നീഡ് ബേസ്ഡ് ആയിട്ട് രീതിയിൽ ഇങ്ങനെ അനുക്രമത്തിൽ ഇങ്ങനെ വളർന്നു വന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഗണിതശാസ്ത്രം. മനുഷ്യ ജീവിതത്തിൽ വളരെ ആദ്യം മുതലേ ആവശ്യമുള്ളതും പ്രായോഗിക ജീവിതത്തിൽ എന്നും ഉപയോഗിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളാണ് അളക്കുക, തൂക്കുക, എണ്ണി തിട്ടപ്പെടുത്തുക എന്നീ കാര്യങ്ങൾ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സംഖ്യകളാണെങ്കിലും ചിഹ്നങ്ങളാണെങ്കിലും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത സംഖ്യാ സമ്പ്രദായങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ച ചിഹ്നങ്ങളാണെങ്കിലും സംഖ്യാ രീതികളാണെങ്കിലും ഇന്നും ചിലത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മനുഷ്യന് ചില അടയാളപ്പെടുത്തലുകളായിരുന്നു. വരകളോ കോറലുകളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇന്നും ഉപയോഗപ്പെടുത്തുന്ന ടാലി മാർക്ക് അതിൻ്റെ ഒരു ഭാഗമാണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ച് 2, 3 എന്നുള്ള ടാലി മാർക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംഖ്യ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 60 അടിസ്ഥാനമാക്കി, 8 അടിസ്ഥാനമാക്കി, 2 അടിസ്ഥാനമാക്കി ഒക്കെ സംഖ്യാ സമ്പ്രദായങ്ങൾ പല രീതിയിലും നിലനിന്നിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും ഇന്നും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ബൈനറി, 2 അടിസ്ഥാനമാക്കിയ 2 അക്കങ്ങൾ അടിസ്ഥാനമാക്കിയ 0, 1 ഈ 2 സംഖ്യകളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോരോ ക്രമത്തിൽ ഓരോ ആവശ്യത്തിനായിട്ട് വളർന്നു വന്ന ഒരു സമ്പ്രദായമാണ്. വളരെ പുരാതന കാലം മുതലേ BC 3000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള പല ഗ്രന്ഥങ്ങളിൽ തന്നെ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭിന്നസംഖ്യകൾ. ആദ്യം മനുഷ്യന് ആവശ്യം വരുന്നത് എണ്ണാൻ ഉപയോഗിക്കുന്ന ചില എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 1, 2, 3, 4 കൗണ്ടിങ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഏതെങ്കിലും ഒരു തോതനുസരിച്ച് ഒരു സാധനത്തെ എണ്ണിക്കൊണ്ട് വരുമ്പോൾ, ആ ഒരു വടിയാണെങ്കിൽ ഒരു വടി എടുത്ത് ഇങ്ങനെ അളന്ന് വരുമ്പോൾ ആ വടി മുഴുവനാകാത്ത ഒരു ഭാഗം വരുന്നു. അപ്പോൾ അവിടെ ഒരു പാട്ടിന്റെ ആവശ്യം വരുന്നു. അങ്ങനെ ആ കാലത്ത് ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചു. ആ വടിയുടെ 1-ൽ 25-ൽ ഒരു ഭാഗം, 10-ൽ ഒരു ഭാഗം, പകുതിയാണെങ്കിൽ 2-ൽ ഒരു ഭാഗം, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ 2-ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വടി ഉണ്ടെങ്കിൽ ആ വടിയുടെ അളവ് പൂർണ്ണമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തെ 2 ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം. ആദ്യകാലത്ത് ഉപയോഗിച്ചു വന്ന എല്ലാ ഭിന്നസംഖ്യകളുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലെ സംഖ്യ. ഭിന്നസംഖ്യകൾ എഴുതുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ എഴുതാൻ പറ്റുക. 2 പാർട്ടായിട്ട് അല്ലെ, ഇങ്ങനെ 2 നമ്പേഴ്സാണ്, 2 പൂർണ്ണസംഖ്യകളാണ് മുകളിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ ഇതിന് നമ്മൾ ന്യൂമറേറ്റർ, താഴെയുള്ള ഇരുന്ന ഡിനോമിനേറ്റർ, അംശവും ഛേദവുമായിട്ടാണ് ഇതാ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഭിന്നസംഖ്യകളിൽ അംശങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് ആദ്യം വന്നിരുന്നത് 1 ആയിരുന്നു. പിന്നീട് അതിന്റെ ഡെവലപ്മെന്റിലാണ് എന്ത് ചെയ്തത്, അംശത്തിലും ഛേദത്തിലൊക്കെ വ്യത്യസ്ത സംഖ്യകൾ ഉപയോഗിച്ചുള്ള രീതി വന്നത്. വളരെ മുന്നേ ഉപയോഗിച്ചിരുന്ന റോമൻ നമ്പേഴ്സ് നമുക്കറിയാൻ പറ്റും. റോമൻ നമ്പേഴ്സ് 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന റോമൻ നമ്പേഴ്സ് ആയിട്ടും അന്നും ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 12, 1/12, 2/12, 12 ബേസ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ 12, അതായത് ഛേദത്തിൽ 12 ആയിട്ടുള്ള ഭിന്നസംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. 1/12 ഒരു പോയിന്റ്, 2/12 2 പോയിന്റ് കുത്തുകൾ ഇങ്ങനെ ഇട്ടിട്ട്, 3/12 3 കുത്തുകൾ, ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്നു. 6/12 ആകുമ്പോൾ ഒരു S, 7/12 ആകുമ്പോൾ എസും ഒരു കുത്തും. ഇങ്ങനെ റോമൻ നമ്പേഴ്സിലും അതായത് ആദ്യകാലം മുതലേ ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാട്ട് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്. ഭിന്നസംഖ്യകൾ നമുക്കറിയാൻ പറ്റും. വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പോകുന്ന സാധനം. നമുക്കൊക്കെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ഭിന്നസംഖ്യകളുടെ കൂട്ടല്, ഭിന്നസംഖ്യകളുടെ കുറക്കല് രീതി, ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേത് കണ്ടെത്തുക. ഇത്തരം ഒരുപാട് പ്രോബ്ലംസ് ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ട് വരും. അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇന്ന് നോക്കാം. ഭിന്നസംഖ്യകൾ എന്താണ്, ഭിന്നസംഖ്യകളിൽ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് കടക്കാം ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
രണ്ട് പൂർണ്ണസംഖ്യകൾ എഴുതിയിട്ടില്ലേ, താഴെ മുകളിലായിട്ട് എഴുതുന്നതിനെ P/Q ഫോമിൽ എഴുതുന്ന ഈ സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. P/Q ഫോമിൽ എഴുതുന്ന ഈ സംഖ്യകളെ ഭിന്നസംഖ്യകൾ എന്ന് പറയും. ഈ Pയും Qവും നമ്മുടെ ഇൻഡിജേഴ്സ് ആയിരിക്കണം. Pയും Qവും പൂർണ്ണസംഖ്യകളായിരിക്കണം. Q ഒരിക്കലും 0 ആവരുത്. കാരണം നമുക്കറിയാൻ പറ്റും 1/0 ഇങ്ങനെ ഒരിക്കലും ഭിന്നസംഖ്യ നമ്മൾ എന്ത് ചെയ്യാറില്ല. താഴെ 0 വരാതെ സംഖ്യകളാണ് എന്ത് ചെയ്യുന്നത്, ഭിന്നസംഖ്യകളായിട്ട് നമ്മൾ കൂട്ടുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. 1/2 എന്താണ് 1/2 എന്ന് പറഞ്ഞാൽ? ഭിന്നസംഖ്യയുടെ ആശയം കൃത്യമായി മനസ്സിലാക്കി നമുക്ക് അതിന്റെ ബേസിൽ നിന്ന് പോകാം. എന്താണ് 1/2? എവിടെയാണ് ഭിന്നസംഖ്യ വരുന്നത് എന്ന് നോക്കാം. നമുക്ക് ഭിന്നസംഖ്യയുടെ ഞാൻ പറഞ്ഞു ഒരു അളവോ ഒക്കെ നമുക്ക് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ വീട്ടിലേക്ക്, ചെറിയ കുട്ടികളുടെ വീട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ചോക്ലേറ്റ് സെറ്റ് വരുന്നു, 2 മിഠായി ആയി വരുന്നു, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും നമ്മൾ എന്ത് കൊടുക്കും? അപ്പോൾ ഓരോ കുട്ടിക്കും നമ്മൾ കൊടുക്കുക, ഓരോ മിഠായി കൊടുക്കും. ഒരു കുട്ടിക്ക് ഒരു മിഠായി, ഒരു കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കും, 2 മിഠായി. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് കിട്ടിയ മിഠായിയുടെ അളവ് എന്താണ്? 1/2. 2ൽ ഒരു മിഠായി കിട്ടിയിട്ടുണ്ട്. 2 മിഠായിയിൽ ഒരു മിഠായി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2ൽ ഒരു മിഠായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൂക്കം നോക്കുന്നിടത്തോ അല്ലെങ്കിൽ അളന്ന് കൊടുക്കുന്നിടത്തോ പാർട്ടീഷൻ ചെയ്യുന്നിടത്തൊക്കെ ഭിന്നസംഖ്യകളുടെ ഉപയോഗം വളരെ വലുതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം 1/2 പറഞ്ഞുള്ളൂ. 1/2 എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഏതൊരു സാധനത്തിന്റെ പകുതിയാക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 1/2. ഇവിടെ നോക്കാം. സർക്കിൾ. ഈ സർക്കിളിനെ, ഇതാണ് ഹോൾ, ഒരു ഒന്നിച്ചുള്ള സാധനം, ഇതിനാണ് 1 എന്ന് പറയുന്നത്, പൂർണ്ണമായിട്ടുള്ള അല്ലെ. ഫ്രാക്ഷൻ ഇസ് എ പാർട്ട് ഓഫ് ഹോൾ ആണ്. ഒരു പാർട്ടാണ്, ഒന്നിച്ചുള്ള ഒരു സാധനത്തിന്റെ ഒരു പാർട്ടിനെ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ ഞാൻ 2 പകുതിയാക്കി മാറ്റി, 2 ഭാഗങ്ങളാക്കി മാറ്റി. ഇറ്റ് ഈസ് 1/2, ഇറ്റ് ഈസ് ആൾസോ 1/2. ഇതാണ് 1/2. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് 1/4? 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് 4 ഈക്വൽ പാർട്സിലെ ഒരു പാർട്സ് എടുക്കുന്നു. 4 ഈക്വൽ പാർട്സ് ആക്കി. is 1/4, is another 1/4, is another 1/4. The shaded region also 1/4. അപ്പോൾ ഇതിനാണ് 1/4 എന്ന് പറയുന്നത്. 4 ഭാഗങ്ങളിൽ ഒരു ഭാഗം, 4 ഭാഗങ്ങളിൽ ഒരു ഭാഗം. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഹാഫ് കൂടി ആഡ് ചെയ്താൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം, അപ്പോൾ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 4 ഭാഗങ്ങളാക്കിയിട്ട് ഒരു ഭാഗം ഒഴിച്ച് ബാക്കി 3 ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4 ഭാഗങ്ങളിൽ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള 3 ഭാഗങ്ങളും നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് കാൾഡ് 3/4. 4 3 ഭാഗം, 4 3 ഭാഗം എന്ന് നമ്മൾ പറയുന്നു. ഇതിനാണ് ഭിന്നസംഖ്യകളുടെ രൂപങ്ങളിലേക്ക് കടക്കാം. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഏതൊക്കെ രീതിയിലാണ് ഫ്രാക്ഷൻസ് വരിക നോക്കാം. നമുക്ക് 3 തരമാണ് കാര്യം പ്രധാനമായിട്ടും ഭിന്നസംഖ്യകൾ നമുക്ക് പറയാൻ പറ്റാം. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻസ്, മറ്റൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മൂന്നാമത്തത് മിക്സ്ഡ് ഫ്രാക്ഷൻസ്. പ്രോപ്പർ ഫ്രാക്ഷൻസ് നമ്മളിപ്പോൾ എഴുതിയ എക്സാമ്പിൾസ് ഒക്കെ 1/2, 3/4, 2/5, 3/5. ഈ എഴുതിയ ഫ്രാക്ഷൻസ് ഒക്കെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അംശം എപ്പോഴും ഛേദത്തേക്കാൾ ചെറുതാണ്. ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. അംശം എപ്പോഴും ഛേദത്തേക്കാൾ ചെറുതാണ്. അംശം ഛേദത്തേക്കാൾ ചെറുതായ ഇത്തരം ഭിന്നസംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ്. 1/2, 2/5, 3/5. ഈ ഭിന്നസംഖ്യകളൊക്കെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. അടുത്ത രണ്ടാമത്തെ ഒരു ടൈപ്പിലേക്ക് പോകുമ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. പ്രോപ്പർ ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടു. ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. Numerator is less than denominator. It's 1. First one. Next one. 3/2. 7/4.
5/2, 6/4. നോക്കാം, ഇത്ര ഫ്രാക്ഷൻസ് പ്രത്യേകം നോക്കാം. 3/2. 3 is greater than 2. That means numerator is greater than denominator. അംശം ഛേദത്തെക്കാളും വലുതാണ്. അംശം ഛേദത്തെക്കാളും വലുതാണ്. 5/2 is also numerator is greater than denominator. ഈ 4 എക്സാമ്പിളിലും ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ അംശമാണ് വലുത്, ന്യൂമറേറ്റർ ആണ് ആരെക്കാളും വലുത്, ഡിനോമിനേറ്ററേക്കാളും വലുത്. ഇങ്ങനെ വരുന്നതാണ് രണ്ടാമത്തെ ഒരു ഭാഗം വരുന്നത്. ഇത് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻസ് ആയി. നെക്സ്റ്റ് വൺ ഇംപ്രോപ്പർ. നെക്സ്റ്റ് മൂന്നാമതൊന്ന് മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻസ്. മിക്സ്ഡിൽ വരുമ്പോൾ ആ പേര് തന്നെ ക്ലിയർ ആണ്. മിക്സ്ഡ് ഏതാണ് മിക്സ്ഡ്? ഒരു പൂർണ്ണസംഖ്യ 1 1/2, 1 1/2, 3 1/3, 3 1/2. ഇങ്ങനെ ഒരു സംഖ്യ, ഒരു പൂർണ്ണസംഖ്യയും ഒരു ഫ്രാക്ഷനും, ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ കൂടെ വരുന്ന ഇത്തരം രീതിക്ക് പറയുന്ന പേരാണിത് മിക്സ്ഡ് ഫ്രാക്ഷൻസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആദ്യം ടൈപ്സിൽ മനസ്സിലാക്കാനുള്ളത്. 3 തരങ്ങളാണുള്ളത്. ഒന്ന് പ്രോപ്പർ, മറ്റൊന്ന് ഇംപ്രോപ്പർ, മറ്റൊന്ന് മിക്സ്ഡ് ഫ്രാക്ഷൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങൾ. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ മിക്സ്ഡിലേക്കോ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻസ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. വാട്ട് ഈസ് 1 1/2? 1 1/2 1.5 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമുക്കറിയാൻ പറ്റും. 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1/2 ആണ്. ഇവിടെ ഇതിനെ മാറ്റിയെടുക്കേണ്ടത് നോക്കാം, ഇസ് ഈക്വൽ ടു 1 × 2 പ്ലസ് 1 × 2 പ്ലസ് ദിസ് 1 all divided by 2 equal to 1 × 2, 2 plus 1/2 equal to 3/2. So 1/2 is changes to 1 1/2 is equal to 3/2. Once more, 1 1/2 mixed fraction നമുക്ക് എങ്ങനെ മാറ്റാം നോക്കുന്നത്. 1 1/2 equal to 1 × 2 plus 1 divided by 2 equal to 1 × 2 plus 1/2, that is equal to 3/2. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 3 1/3, 3 1/3, that's equal to 3 × 3, 3 × 3. ഈ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു, പ്ലസ് ഇവിടുത്തെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സംഖ്യ 3, that's equal to 3 × 3 9 plus 1/3, 10/3, 10/3. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 3 7 3/2, 7 3/2, that's equal to first 7 × 2, 7 × 2, 7 × 2 plus next numerator 3 divided by denominator 2, so that is 7 × 2 plus 3 divided by 2, that's equal to 7 × 2 14 plus 3/2, 14 plus 3 17/2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. കാൽക്കുലേഷന് എപ്പോഴും മിക്സ്ഡ് ആയിട്ട് വന്നാൽ നമുക്ക് ഭിന്നസംഖ്യകളിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് മിക്സ്ഡ് ഫ്രാക്ഷനെ ചേഞ്ച് ചെയ്യുന്ന രീതി ഒന്ന് ഓർത്ത് നോക്കാം. ഈ പൂർണ്ണമായി കിടക്കുന്ന ആ സംഖ്യയും ഡിനോമിനേറ്ററിലെ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ആഡ് ചെയ്യുന്നു, നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് നീങ്ങാം. ഫസ്റ്റ് നമ്മൾ കണ്ടെത്തിയ 1 1/2, ദ ആൻസർ ഈസ് 3/2. 1 1/2, 1 1/2, 3/2.
ഈ 3/2 ഇങ്ങനെ തിരിച്ചു മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഒറ്റ എക്സാമ്പിൾ മാത്രം. 3 divided by 2. 3 divided by 2. 3 2 അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വേണ്ടി പോവാ. 1 into 2 2, റിമൈൻഡർ 1. ഈ നമ്പേഴ്സ് നോക്കി റിസൾട്ട് 1 ആണ്. ആ റിസൾട്ട് ആണ് ആദ്യം എഴുതുക 1. നെക്സ്റ്റ് റിമൈൻഡർ 1 ബൈ ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന 1/2. മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. 7/2. 7/2. 7/2 7 divided by 2. 7/2 3 പ്രാവശ്യം പോകും. 7. 3 into 2 6. റിമൈൻഡർ 1. അപ്പോൾ 3 കാര്യങ്ങൾ നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, റിസൾട്ട് എന്താണ്, റിമൈൻഡർ എന്താണ്. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് 7/2 മാറ്റാൻ പറ്റും. ആദ്യം നോക്കാം റിസൾട്ട്, ദാറ്റ് ഈസ് 3. Then remainder 1. Divide the numbers 2. So 7/2 equal to 3.5. 3 1/2. അപ്പോൾ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ തിരിച്ചും അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 മിഠായി കൊണ്ടുവന്ന് 2 കുട്ടികൾക്ക് ഓരോന്ന് വീതം കൊടുത്താൽ ഓരോ കുട്ടികൾക്കും കിട്ടിയത് 1/2. ആകെ കൊണ്ടുവന്ന് 2 മിഠായിയാണ്. ആ 2 മിഠായിൽ ഓരോന്ന് കൊടുത്താൽ ഒരു കുട്ടിക്ക് കിട്ടിയത് 1/2. 2ൽ 1 കിട്ടി. 4 മിഠായി കൊണ്ടുവന്നാൽ 2 കുട്ടികൾക്ക് വീതം വെക്കുമ്പോൾ 4 മിഠായി കൊണ്ടുവന്നിട്ട് 2 കുട്ടികൾക്ക് നമ്മൾ വീതം വെക്കുമ്പോൾ 4, ഓരോരുത്തർക്കും ഈ 2 വേണം വെക്കും. 4/2. മാത്തമാറ്റിക്സ് അനുസരിച്ച് 1/2 ഈക്വൽ ടു 4/2. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ആദ്യം കൊണ്ടുവന്നത് 2 എണ്ണാണ്, അതിൽ പകുതി എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച്. രണ്ടാമത് കൊണ്ടുവന്നത് 4 എണ്ണാണ്, അപ്പോഴും എന്ത് കിട്ടിയിട്ടുണ്ട്, പകുതി കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് മിഠായി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മിഠായി വരാൻ കാരണമാണ്. കുട്ടികളെ സംബന്ധിച്ച് ഏതാ ലാഭം എന്ന് ചോദിച്ചാൽ ഇതാണ് ലാഭം എന്ന് പറയും. കാരണം ഇവിടെ എന്താണ്, 2 മിഠായി കിട്ടിയിട്ടുണ്ട്. നാളത്തെ എന്തേ കിട്ടിയിട്ടുള്ളൂ, 1 മിഠായിയെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഏതാ വലുത് വെച്ചാൽ ഒരു പറയും 2/4 ആണ് വലുത്. അങ്ങനെയുണ്ടോ? അപ്പോൾ 2/4 ആണ് വലുത് പറയാൻ കാരണം, അവർ പറയാൻ കാരണം എന്താ, കറക്റ്റ് കോണ്ടസ്റ്റ് മനസ്സിലാക്കണേ. മിഠായി ആണ്, അപ്പൊ 2 എണ്ണം ഏറെ കിട്ടിയിട്ടുണ്ട്, 1 വലുതാണ് 2. ഇനി 6 എണ്ണാണ് കൊടുത്തു വെച്ചെങ്കിൽ അതായത് വലുത് 3 എണ്ണം കിട്ടുന്നതാണ് വലുത്. 6 എണ്ണം കൊണ്ടുവന്നു, അപ്പൊ അതിന്റെ പകുതി എന്ത് കിട്ടും, 3/6. 3/6. അപ്പൊ ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സ് മാത്തമാറ്റിക്കലി ഈക്വൽ ആണ്. എന്താ മീനിങ്, ആകെ കൊണ്ടുവന്നതിൽ പകുതി കൃത്യമായിട്ട് ഓരോ വെച്ചിട്ടുണ്ട്. രണ്ടാമത് 4 എണ്ണം കൊണ്ടുവന്നു, അപ്പോഴും പകുതിയാണ്. 6 എണ്ണം കൊണ്ടുവന്നു, അപ്പോഴും എന്താണ്, പകുതിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ തുല്യ ഭിന്നങ്ങളായിട്ട് ഒരുപാട് സംഖ്യകൾ വരും. ഭിന്നസംഖ്യ എഴുതുമ്പോൾ അതിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റും. ഈ 2 തമ്മിൽ പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, സഹ അഭാജ്യ സംഖ്യകളായിരിക്കും, കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇത് 2 തമ്മിൽ പിന്നീട് ചെറുതാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരും. 3/6 കൊണ്ടും കൊണ്ട് 2/4. നെക്സ്റ്റ് വൺ 4/8. 4/8. Then 5/10. 6/12. ഇതൊക്കെ ആർക്ക് ഈക്വൽ ആണ്, 1/2 ഈക്വൽ ആണ്. നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് 4/2, 3/6, 4/8, 5/10, 6/12. These all numbers are equal to 1/2. എല്ലാ ഈക്വൽ നമ്പേഴ്സ് ആണ്, ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈക്വൽ ആകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം, നമുക്ക് ഒന്ന് ഫിഗർ നോക്കാം, ചിത്രം വരച്ച് നോക്കാം. ഈ ചിത്രത്തിൽ ഞാൻ 1/2 അടയാളപ്പെടുത്തി. 1/2. ഇതേ പാട്ടാണ്
4 ഭാഗമാക്കി, അത് 2 ഭാഗം is 2/4. നോക്കാം, 1/2 ഇതിന്റെ സർക്കിളിന്റെ പകുതിയാണ്. 2/4 അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. 1/2 is equal to 2/4. 1/2 equal to 2/4. ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ഫിഗർ ചിത്രം വരച്ച് കാണാൻ പറ്റും. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻസ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഈക്വൽ ഫ്രാക്ഷൻസിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ 1/2 ഈക്വൽ ടു ഈ 1നെ 1 into 2, 2നെ 2 into 2, രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ടാണ് എന്ത് ചെയ്തത്? മൾട്ടിപ്പിൾ ചെയ്ത്. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇസ് 2/4. സോ ഇത് ഈക്വൽ ആണ്. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ ഭിന്നസംഖ്യയുടെ വിലയിൽ മാറ്റം വരില്ല. ഭിന്നസംഖ്യയുടെ അംശത്തിലും ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇതിൻ്റെ വിലക്ക് മാറ്റമില്ല എന്നുള്ളതാണ്. ഇനി നോക്കാം, 1/2 ഈ സെയിം ആസ് 1/2 എന്ത് ചെയ്തു? 1 into 3 divided by 2 into 3, that's equal to 3/6 is also 1/2. ഇവിടെ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ടാണ് മൾട്ടിപ്പിൾ. അപ്പോൾ ഇത്തരം ഭിന്നങ്ങളെ നമുക്ക് ലൈക്ക് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ തുല്യ ഭിന്നങ്ങളാണ്. 1/2, 2/4, 3/6. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വീണ്ടും എക്സാമ്പിൾസ് നോക്കാം. 1/5. വാട്ട് യു മീൻ ബൈ 1/5? 5-ൽ 1 ഭാഗമാണ്. 5 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊരു ഭാഗം കിട്ടുന്നു. ഇസ് ഈക്വൽ ടു 2/10. 5 ഭാഗങ്ങളാക്കുന്നതിന് പകരം 10 ഭാഗങ്ങളാക്കിയെന്ന് അതിൽ നിന്ന് 2 ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ 2 ഭാഗത്തും 2 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? 2 കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. 2 ഭിന്നസംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ വലുത് ചെറുത് ഏതാണ് എന്ന് കണ്ടെത്താനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, 1/2 2/4 and 1/4. 2/4 and 1/4. എന്താ 2/4? 4 ഈക്വൽ പാർട്സ് ആക്കുന്നു. 4 ഈക്വൽ പാർട്സ്, then 2/4. ഇതാണ് 2/4. എന്താ 1/4? 4 ഈക്വൽ പാർട്സ് ആക്കുന്നു, അതിലെ ഒരു പാർട്സ് എത്തുന്നു. 1/4. ഇതിൽ ഏതാ വലുത്? 2/4 and 1/4 ഏതായിരിക്കും വലുത്? 1/4 ആണോ 2/4 ആണോ വലുത്? എപ്പോഴും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. മനസ്സിലാക്കി വെക്കേണ്ട, ക്രിയകൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഭിന്നസംഖ്യയിൽ ആരാണ് വലുതെന്ന്. ഇവിടെ നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. 4 ഭാഗമാക്കിയിട്ട് അതിൽ 2 ഭാഗം നമുക്ക് തരുന്നു. 4 ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗം കൊണ്ട് 4 ആപ്പിൾ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് 2 ആപ്പിൾ തരുന്നതാണോ 1 ആപ്പിൾ കിട്ടുന്ന ആൾക്കാണോ കൂടുതൽ കിട്ടുക എന്ന് ആലോചിച്ചാൽ മതി. 4 ആപ്പിൾ ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 1 ആപ്പിൾസ്, അതിൽ നിന്ന് 2 ആപ്പിൾ കിട്ടുന്നതാണോ 1 ആപ്പിൾ കിട്ടുന്നതാണോ കൂടുതൽ കിട്ടുന്ന ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏതാണ്? 2/4 അല്ലേ? അപ്പോൾ ഛേദം തുല്യമായ ഭിന്നസംഖ്യകൾ നന്നായി ശ്രദ്ധിക്കുക. ഛേദം തുല്യമായ ഭിന്നസംഖ്യകളിൽ അംശം ഏതാണോ വലുത് ആ സംഖ്യ ആയിരിക്കും വലുതായിട്ട് വരാം. ഛേദം തുല്യമായ ഭിന്നസംഖ്യകളിൽ അംശം ഏതാണോ വലുതുള്ളത് അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഓക്കെ, അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ. ഒന്ന് ആൻസർ പറഞ്ഞേ. 2/5, 3/5. ഇതിലേതാണ് വലുത്? 2/5ഉം 3/5ഉം. 5-ൽ 2 ഭാഗവും 5-ൽ 3 ഭാഗവും ഉണ്ട്. ഏതാണ് അതിലെ വലിയ ഭിന്നസംഖ്യ? ഒന്ന് ആൻസർ ചെയ്ത് നോക്ക്. 2/5ഉം 3/5ഉം ഇതിലെ വലിയ ഭിന്നസംഖ്യ ഏതാണ്? സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കാം.
ഇവിടെ നോക്കാം, ഇവിടെയും ഛേദം തുല്യമാണ്. ഡിനോമിനേറ്റർ 5 ആണ് രണ്ടിലും. അപ്പൊ അഞ്ച് ഭാഗമാക്കിയിട്ട് 2 കിട്ടുന്നതാണോ, 5 ഭാഗമാക്കിയത് 3 കിട്ടുന്നതായിരിക്കോ വലുത്? 5 ഭാഗമാക്കിയിട്ട് 3 കിട്ടുന്നതായിരിക്കും. ഛേദം തുല്യമായ ഭിന്നസംഖ്യകളിൽ അംശം ഭിന്നസംഖ്യ ആയിരിക്കും വലുത് വരാം. മറ്റൊരു എക്സാമ്പിൾ, 2/7, 3/7, 2/7, 3/7 ഏതായിരിക്കും വലുത്? വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എന്താണ്? ഛേദം തുല്യാണ്. അംശം ഏതാണ് വലുത്? 3 വലുത് 2 അതുകൊണ്ട് ഏത് ഭിന്നസംഖ്യയാണ് വലുത്? 3/7 2/7 എന്താണ്? വലുതാണ്. അപ്പൊ ഛേദം തുല്യമായ ഭിന്നസംഖ്യകളിൽ അംശത്തിലെ സംഖ്യകളുടെ വലുപ്പം നോക്കി നമുക്ക് ഭിന്നസംഖ്യയിലെ വലുതും ചെറുതും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അംശം തുല്യമായ ഭിന്നസംഖ്യയെ കുറിച്ച് നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്ന ഭിന്നസംഖ്യ 1/2 1/4. ഇവിടെ നോക്കാം, അംശം തുല്യമാണ്. 1/2 1/4. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് 2 ഭാഗാക്കി അതിലൊരു ഭാഗം കിട്ടുന്നു. ഒരു സാധനത്തെ 2 ഭാഗാക്കുന്നു, അതിൽ നിന്ന് 1 കിട്ടുന്നു. രണ്ടാമത് 1/4 എന്ന് പറഞ്ഞിട്ടുള്ളത് 4 ഭാഗങ്ങളാക്കുന്നു, അതിലൊരു ഭാഗം കിട്ടുന്നു. 4 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊരു ഭാഗം കിട്ടുന്നു. ഏതായിരിക്കും വലുത്? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്? 1/2 ഈസ് ഗ്രേറ്റർ ദാൻ 1/4. 1/2 ആരെക്കാളും വലുതാണ്? 1/4 വലുതാണ്. അപ്പോൾ അംശം തുല്യമാകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഛേദത്തിലെ ചെറിയ സംഖ്യ ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. അംശം തുല്യമാണെങ്കിൽ ഛേദത്തിലെ ചെറിയ സംഖ്യ വരുന്നത് ഏതാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ ആയിട്ട് വരുന്നത്. അടുത്തൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോവാം. രണ്ട് ബൈ 5 2/5 2/4 2/5 2/4 2/5 2/4 ഏതായിരിക്കും വലുത്? ഇതിൽ ഏത് ഭിന്നസംഖ്യയാണ് വലുത്? 2/5 2/4 നോക്കാം. അംശം തുല്യമാണ്. 4 ഭാഗമാക്കിയിട്ട് അതിൽ നിന്ന് 2 ഭാഗം തരുന്നതാണോ? 5 കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ നിന്ന് 2 ഒരേ സാധനത്തിന്റെ 4 ഭാഗങ്ങളാക്കുന്നു, അതിൽ നിന്ന് 2 കഷ്ണം കിട്ടുന്നു. ഒരേ ഭാഗത്തിന്റെ 5 കഷ്ണങ്ങളാക്കുന്നു, അതിൽ നിന്ന് 2 കഷ്ണം തരുന്നു. ഏതായിരിക്കും വലുത്? നമുക്കറിയാൻ പറ്റും. ഏതാ വലുത്? 2/4 അല്ലെ? 2/5 വലുതാണ് 2/4. കാരണം ഇത് രണ്ടും ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ആകെ നോക്കേണ്ടത് ഡിനോമിനേറ്ററിൽ ആരാണ് വലുത് ചെറുത് എന്നുള്ളതാണ്. ആരാണ് ചെറുത്? 4 ചെറുത്. അതുകൊണ്ട് ഈ ഭിന്നസംഖ്യ 2/4 ആരെക്കാളും വലുതായിരിക്കും? 2/5 വലുതായിരിക്കും. ഒരൊറ്റ ഉദാഹരണം കൂടി എഴുതുന്നു. 3/5 4 3/8 3/5 3/8 ഇതിൽ ആരാണ് വലുത്? 3/5 3/8 ഏത് ഭിന്നസംഖ്യയാണ് ഗ്രേറ്റർ അല്ലെങ്കിൽ വലുതായിട്ടുള്ളത്? ഏതാണ്? 2 ഭിന്നസംഖ്യ വലുതും ചെറുതും കണ്ടെത്താൻ അംശം തുല്യമാണ്. 5 ഭാഗങ്ങളാക്കുന്നു, അതിൽ നിന്ന് 3 ഭാഗം കിട്ടുന്നു. ഒരു സാധനത്തെ നമുക്കറിയാം, ഒരു സാധനത്തെ 5 ഭാഗങ്ങളാക്കുന്നതും 8 ഭാഗങ്ങളാക്കുന്നതും നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. 5 ഭാഗങ്ങളാക്കുന്നതിലേക്കാൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറും 8 ഭാഗങ്ങളാക്കുമ്പോൾ. അപ്പോൾ 5 ഭാഗങ്ങൾ ആക്കിയിട്ട് അതിൽ 3 കിട്ടുന്നു. 8 ഭാഗമാക്കിയിട്ട് അതിൽ നിന്ന് 3 കിട്ടുന്നു. ഏതായിരിക്കും വലുത്? 3/5 ആയിരിക്കും വലുതായിട്ട്. കാരണം എന്താണ്? അംശം തുല്യമാണ്. ഛേദത്തിലെ ചെറിയ നമ്പർ, ഡിനോമിനേറ്ററിലെ ചെറിയ നമ്പർ 5 അതുകൊണ്ട് തന്നെ 3/5 ഇവിടുത്തെ എന്തായിരിക്കും? 3/8 വലിയ സംഖ്യയായിരിക്കും.
ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അംശം തുല്യമായ ഭിന്നസംഖ്യ വന്നാലും അതുപോലെ തന്നെ ഛേദം തുല്യമായ ഭിന്നസംഖ്യ വന്നാലും നമുക്ക് ഏതാണ് വലുതെന്ന് കണ്ടെത്താൻ. ഇത് രണ്ടും ഈക്വൽ അല്ലാത്ത ഭിന്നസംഖ്യ, രണ്ട് ഭിന്നസംഖ്യകൾ വന്നാൽ അതിൽ നിന്ന് തുല്യ ഭിന്നസംഖ്യകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഫോർ എക്സാമ്പിൾ 7/8, 8/9. 7/8, 8/9. ഇവിടെ അംശത്തിൽ 7 1 8 ആണ് അല്ലെ. ന്യൂമറേറ്റർ നോക്കാം, 7 and 8. അംശത്തിൽ 7 8 ആണ് ഉള്ളത്. ഛേദം ഡിനോമിനേറ്ററിൽ 8 9 രണ്ട് വ്യത്യസ്തമാണ്. ഇത് ഈക്വൽ അല്ല, 8 9 ഈക്വൽ അല്ല, 7 8 ഈക്വൽ അല്ല. ഇങ്ങനെ വരുന്ന ഭിന്നസംഖ്യകളെ വലുതും ചെറുതും നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. നമ്മൾ നോക്കാം, ഇവിടെ നോക്കാം. ഒന്നാമത്തേതിന്റെ അംശം എടുക്കുന്നു 7, ഇതിന് രണ്ടാമത്തേതിന്റെ ഛേദം കൊണ്ട് ഗുണിക്കും. 7 × 9, ദ ആൻസർ ഈസ് 63, 63. 7 × 9 63. അടുത്ത് ഇങ്ങനെ ഗുണിക്കും, 8 × 8 64. ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി, 63 64 കിട്ടി. ഈ 63 64 ഏതാണോ വലുത് എന്ന് നോക്കുന്നു. ഏതാ വലുത്? നമുക്കറിയാൻ പറ്റും 64 വലുത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും വലിയ ഭിന്നസംഖ്യ? 8/9 അവിടുത്തെ വലിയ ഭിന്നസംഖ്യ. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് 7 9 ഗുണിക്കുന്നു 63, 8 8 ഗുണിക്കുന്നു 64. അപ്പോൾ 64 വലുതെങ്കിൽ ഈ 8/9 ആയിരിക്കും അവിടുത്തെ വലിയ ഭിന്നസംഖ്യ. വേറെ ഉദാഹരണങ്ങൾ നോക്കാം. 7/9, 6/5. 7/9, 6/5 രണ്ട് ഭിന്നസംഖ്യകൾ. 7/9, 6/5. 9 7 ഭാഗവും 5 6 ഭാഗവും. ഏതാണ് വലുത്? നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ആദ്യം 7 ഗുണിക്കണം 5, 5 ഗുണിക്കണം 7 എത്രയാണ്? 35. 5 ഗുണിക്കണം 7 35. അടുത്ത് 9 ഗുണിക്കണം 6, 9 ഗുണിക്കണം 6 54. 35 കിട്ടി 54 കിട്ടി. 35 54 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആരാണ് വലുത് എന്നാണ് നോക്കേണ്ടത്. ആരാ വലുത്? 54 ആരെക്കാളും വലുത്? 35 വലുത്. ഓക്കെ, അപ്പൊ 54 35 വലുതായതുകൊണ്ട് 54 കിട്ടിയത് എപ്പോഴാണ്? 9 × 6, 6 അംശമാണല്ലോ. അപ്പൊ അതിന് നേരെ താഴെയുള്ള ഈ ഭിന്നസംഖ്യ 6/5, 6/5 ആരെക്കാളും വലുതായിരിക്കും? 7/9 വലുതായിരിക്കും. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണം കൂടി നോക്കാം. 8/11, 8/11, 7/10. 8/11 and 7/10. 11 8 10 7 ഏത് ഭിന്നസംഖ്യ ആയിരിക്കും വലുത്? ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. 8/10, 8/11, 7/10. 8 × 10 80. 8 × 10 80. 11 × 7 77. 11 × 7 77. ഇവിടെ ഏതാണോ വലുത്? 80 ആണോ 77 ആണോ വലുത്? 80 is greater than 77. 80 77 എന്താണ്? വലുതാണ്. അപ്പോൾ ഏത് ഭിന്നസംഖ്യ ആയിരിക്കും വലുതായിട്ട് വരിക? 8/11. 8/11 7/10 വലുതായിരിക്കും. ഇങ്ങനെ അംശവും ഛേദവും തുല്യമല്ലാത്ത ഭിന്നസംഖ്യകളിലും വലുത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസും ഈക്വൽ ഫ്രാക്ഷൻസ് എങ്ങനെ ആക്കുക, അതുപോലെ തന്നെ ഭിന്നസംഖ്യകളിലെ വലുതും ചെറുതും എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഭിന്നസംഖ്യകളുടെ ക്രിയകൾ, നമുക്ക് 4 ക്രിയകളാണ് അല്ലെ, കൂട്ടുക, കുറക്കുക, അരിക്കുക, ഗുണിക്കുക. ഈ സാധനങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കാം. One by 2 plus 1/2. ഇത് സിമ്പിൾ എക്സാമ്പിൾ ആണ്.
ഹാഫ് പ്ലസ് ഹാഫ്, ഹാഫ് പ്ലസ് ഹാഫ്, രണ്ടൊരു സാധനത്തിൻ്റെ ഒരു പകുതി മറ്റൊരു പകുതി. ഹാഫാണ് ഈ ഒരു ഹാഫ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? കംപ്ലീറ്റ് 1 ആയി മാറും. സോ ഇത് ആഡ് ചെയ്ത് നോക്കാം. പ്രത്യേകത ഇവിടെ അംശവും ചെയ്തൊക്കെ എന്താണ്? തുല്യമാണ്. 1/2 പ്ലസ് 1/2. സോ ദാറ്റ് ഈസ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. 1 + 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ അവിടെ ഇടുന്നതാണ് ചെയ്യുന്നത് 2. 1 + 1/2 ദാറ്റ്സ് ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. 2/2 ഈക്വൽ ടു 1. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1/5 പ്ലസ് 2/5. 1/5 പ്ലസ് 2/5 ഈക്വൽ ടു, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അംശം വ്യത്യസ്തമാണ്, ഛേദം തുല്യമാണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ വന്നാൽ ആ ഡിനോമിനേറ്റർ അതുപോലെ തുടരും. ഓക്കെ, 1/5 പ്ലസ് 2/5. ദെൻ ആഡ് ചെയ്യാം 1 + 2 ഈക്വൽ ടു 3/5. ആൻസർ ഈസ് 3/5. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 3/7 പ്ലസ് 2/7. 3/7 പ്ലസ് 2/7 ഈക്വൽ ടു 3/7 പ്ലസ് 2/7. ഡിനോമിനേറ്റർ രണ്ടിലും എന്താണ്? സെയിം ആണ്, 7 ആണ്. അപ്പോൾ 7 വരും ഡിനോമിനേറ്ററിൽ. ആൻസറിലും ഡിനോമിനേറ്ററിൽ 7 വരുന്നു. മുകളിലെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. 3 + 2. ദ ആൻസർ ഈസ് 5/7. നോക്കാം, ഈ 3 പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനിലൊക്കെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആവുന്നത് അല്ല, ഛേദം തുല്യമായിട്ടുള്ള ഭിന്നങ്ങളാണ് നമ്മൾ കൂട്ടാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഛേദം തുല്യമായിട്ടുള്ള ഭിന്നങ്ങൾ ചെയ്യുമ്പോൾ ആ ഉത്തരത്തിലും ഛേദം എന്തെന്നായിരിക്കും? ഇവിടെ തുല്യമായ ഛേദം ഏതാണോ അത് തന്നെ ഇട്ടാൽ മതി. നെക്സ്റ്റ് നമുക്ക് സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 1 + 1, 1 + 2, 3 + 2. ഓക്കെ, അതിനാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. 4/9 പ്ലസ് 2/9. 4/9 പ്ലസ് 2/9. 4/9 പ്ലസ് 2/9. ഛേദം തുല്യമാണ്, അംശമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. 4/9 പ്ലസ് 2/9. ആൻസർ 9 വരും. 4 + 2 6. So the answer is 6/9. ഇനി ഭിന്നസംഖ്യകൾ കുറക്കാനാണെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് തുടരാൻ പറ്റും. നമ്മൾ നേരത്തെ കുറച്ച പോലെ 3/7 മൈനസ് 1/7. 3/7 1/7 കുറക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളൂ? ഛേദം തുല്യമാണ്. 3 - 1 that's equal to 2/7. Okay, next 4/9 minus 2/9. 4/9 minus 2/9. 4/9 2/9 കുറക്കണം. അവിടെയും നമുക്ക് ഛേദം തുല്യമാണ്. ഇത് 9 വരും. 4 2 കുറച്ചാൽ 2 2/9. അപ്പോൾ കുറക്കുന്നതും കൂട്ടുന്നതും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഛേദം തുല്യമായുള്ള ഇതെല്ലാത്ത കേസുകളും വരും. ഛേദം തുല്യമല്ലാത്ത ഭിന്നസംഖ്യകൾ ഛേദം തുല്യമാണെങ്കിൽ ഓക്കെയാണ്. ഫോർ എക്സാമ്പിൾ a/b പ്ലസ് c/b ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം. a പ്ലസ് c/b അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണ്. മുകളിലത്തെ സ്ഥാനം ചെയ്താൽ മതി, കൂട്ടിയാൽ. ഇതിങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ 3/4 പ്ലസ് 2/5. 3/4 പ്ലസ് 2/5 രണ്ട് ഭിന്നസംഖ്യകൾ വ്യത്യസ്തമായിട്ട് വന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ അത് ക്ലോസ് ചെയ്ത പോലെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് നോക്കാം. 3 × 5 ഇതാണ് ആദ്യം ചെയ്യാം. 3 ഒന്നാമത്തെ അംശവും രണ്ടാമത്തതിന്റെ ചെയ്ത് കൊടുക്കുന്നു. 3 × 5
plus 3 into 5 plus next 4 into 2 divided by 4 into 5. 4 into 5. 3 into 5. 3 into 5. 15 plus 4 into 2. 8 divided by 4 into 5. 20. That's equal to 23 by 20. 23 by 20. അപ്പോൾ നോക്കാം, നമ്മൾ ചെയ്ത് നോക്കാം. 3 by 4 plus 2 by 5. That's equal to ചെയ്ത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒന്നാമത്തതിന്റെ അംശവും രണ്ടാമത്തതിന് ചെയ്തു നമ്മൾ കൊടുക്കുന്നു. 3 into 5 പ്ലസ് സെൻട്രൽ പ്ലസ് കിട്ടുന്നു. 4 into 2 നേരെ തിരിച്ച് 4 into 2 ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്തെങ്കിൽ തമ്മിൽ ഗുണിച്ചത് അറിയുന്നുണ്ടാവും. 4 into 5. 3 into 5 15. 4 into 2 8. 4 into 5 20. So 23 by 20. ഓക്കെ, നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. One by 5 plus 2 by 3. 1 by 5 plus 2 by 3 വ്യത്യസ്തമാണ്. ഛേദാംശമൊക്കെ വ്യത്യസ്തമായ സംഖ്യകളാണ്. ഇവിടെ ഫസ്റ്റ് വിളിക്കുക 1 into 3. 1 into 3 plus 5 into 2 divided by 3 into 5 or 5 into 3 ചെയ്യുമ്പോൾ 1 into 3 3 കിട്ടുന്നു. 5 into 2 അത് 10 by 15. ആൻസർ എന്തായി മാറും? 10 3 13 by 15. 13 by 15. ഒറ്റ ഉദാഹരണം കൂടി നമുക്ക് ഈ കേസിൽ നോക്കാം. ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ 2 by 5 plus 1 by 4. 2 by 5 plus 1 by 4. ആദ്യം നമ്മൾ വിളിക്കണം 2 4 തമ്മിലാണ് വിളിക്കേണ്ടത്. 2 into 4 8 പ്ലസ് അടുത്തത് 1 5 തമ്മിലാണ് വിളിക്കേണ്ടത്. 1 into 5 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇത് രണ്ടും തമ്മിലാണ് വിളിക്കേണ്ടത്. 5 into 4 20. That's equal to രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ കൊടുക്കണം. 1 by 2 into 3 by 4. അംശത്തെ അംശം കൊണ്ടാണ് നോക്കുക. 1 into 3 1 into 3 ഡിവൈഡഡ് ബൈ 2 into 4. 1 into 3 divided by 2 into 4. That's equal to 1 into 3 3 by 8. 3 by 8 equal to 3 by 8. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2 by 7 into 3 by 4. 2 by 7 into 3 by 4. 2 by 7 into 3 by 4. അംശത്തെ വിളിക്കുന്നു. 2 into 3 by 7 into 4 equal to 2 into 3 6 by 7 into 4 28. 6 by 28. 2 by 7 into 3 by 4 equal to 2 into 3 and 7 into 4 6 by 28. 6 by 28 ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 6.5 3 by 28 half and equal 6 by 28 to 3 by 14 equal ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ എന്ത് കിട്ടും? 3 by 14 or 6 by 28 എന്ന് കിട്ടും. ഭിന്നസംഖ്യകളുടെ ഗുണനം വളരെ സിമ്പിൾ ആയിട്ട് അപ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹരണം എങ്ങനെയാ നോക്കാം. 1 by 2 divided by 1 by 4. 1 by 2 divided by 1 by 4. So that's equal to 1 by 2 na 1 by 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോൾ 1 by 2 ഈ ഡിവിഷൻ മാറ്റിയിട്ട് ഇതിന് പകരം നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കും, ഗുണനാക്കും.
ഹരണം മാറ്റിയിട്ട് ഗുണനമാക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യണം. ഈ 1/4 റെസിപ്രോക്കൽ താഴെ തിരിച്ചെഴുതണം. 4/1 1/2 ഇൻറ്റു 4/1 ആയി. ഇത് നമുക്ക് നേരത്തെ ഗുണിച്ച പോലെ ഗുണിക്കാവുന്നത്. 1 × 4 4/2 × 1 2 4/2. ദ ആൻസർ ഈസ് 2. ഓക്കെ. അരിക്കളം കാലില്ല, അരിയിൽ എത്ര കാലുണ്ടെന്നുള്ളതാണ്, 2 കാലുണ്ടാവും. ഓക്കെ. വേറൊരു എക്സാമ്പിൾ നോക്കാം. 3/2 divided by 2/7 3/2 divided by 2/7 equal to 3/2 into 2/7 മാറ്റിയിട്ട് എന്ത് ചെയ്യും? 7/2 that's equal to 3 into 7 21/2 into 2 4 21/4. അപ്പോൾ ഹരണം എന്നുള്ള ചിഹ്നം മാറ്റുന്നു. തൊട്ടടുത്ത രണ്ടാമത്തെ ഭിന്നസംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്, ഹരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് ഭിന്നസംഖ്യയിലെ ക്രിയകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഭിന്നസംഖ്യ കൂട്ടാനാണെങ്കിലും കുറക്കാനാണെങ്കിലും ഒക്കെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നത് ഭിന്നസംഖ്യയും അതിൻ്റെ വിവിധ രൂപങ്ങൾ എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് ക്രിയകൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഒരു പസിലാണ്, നോക്കാം. എട്ട് മീറ്റർ നീളമുള്ള ഒരു ലെങ്ത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് 8 മീറ്റർ നീളമുണ്ട്. ലോങ് ജമ്പിനോ അല്ലെങ്കിൽ റണ്ണിങ്ങിനോ വേണ്ടി റെഡി ആക്കിയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ 8 മീറ്റർ നീളമുണ്ട്. ചാടാൻ വരുന്നത് ഒരു തവളയാണെന്ന് കരുതാം. അപ്പൊ കണ്ടീഷൻ ചെയ്ത തവളയാണ് ചാടാൻ വരുന്നത്. ചോദ്യത്തിലേ ഉള്ളൂ, തവള ഓരോ ദിവസവും വന്നിട്ട് ആകെ ചാടാനുള്ള ദൂരത്തിന്റെ പകുതി ചാടും. വരും, ആകെ എത്ര ചാടാനുണ്ട് നോക്കുന്നു, അതിന്റെ പകുതി ചാടും, മാർക്ക് ചെയ്യും, പോകും. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ ദിവസം തവള വന്നാൽ തവളക്ക് ചാടാനുള്ളത് 8 മീറ്റർ ആണ്. ഈ 8 മീറ്റർ ചാടുന്നതിന് വേണ്ടി അതിന്റെ പകുതിയായ 4 മീറ്റർ ചാടി ഇവിടെ മാർക്ക് ചെയ്ത് തിരിച്ചുപോയി. അങ്ങനെ രണ്ടാമത്തെ ദിവസം വരുമ്പോൾ ഇനി ബാക്കിയുള്ളത് 4 മീറ്റർ ഉണ്ട്. അതിന്റെ പകുതി 2 മീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ ചാടിയിട്ട് തിരിച്ചു പോകും. അപ്പൊ ഇനി ബാക്കി 2 മീറ്റർ ഉണ്ട്. ഇങ്ങനെയാണുള്ളത്. ചോദ്യം എത്ര ഉള്ളൂ, എത്രാമത്തെ ദിവസം ഇവിടെ തവള ഫിനിഷ് ചെയ്യുന്നതാണ്. 8 മീറ്റർ ദൂരമാണ് ചാടാനുള്ളത്. ചോദ്യം ഒന്നുകൂടി മനസ്സിലാക്കാം. ഇങ്ങനെ ചാടി എത്രാമത്തെ ദിവസം തവള അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. ആകെ ചാടാനുള്ള ദൂരം 8 മീറ്റർ ആണ്. ഓരോ ദിവസവും പകുതി ചാടും, ദൂരത്തിന്റെ പകുതി ചാടും. ഓക്കെ, ഒന്ന് ആൻസർ പറഞ്ഞേ. എത്രാമത്തെ ദിവസം അത് ഫിനിഷ് ചെയ്യും? നോക്കാം. ആദ്യം 4 പ്ലസ് രണ്ടാമത്തെ ദിവസം 2. ഇപ്പൊ 4 2 6 മീറ്റർ ദൂരത്തെ നമുക്ക് 8 എത്തണം. അടുത്ത ദിവസം വന്ന 2 മീറ്ററിന്റെ പകുതി 1 മീറ്റർ ആണ്. ഓക്കെ, പ്ലസ് അപ്പോഴും 7 ആയുള്ളൂ. ഇനിയും 1 മീറ്റർ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 2 3 4-ാമത്തെ ദിവസം അല്ലേ ഫിനിഷ് ചെയ്യാം. 4-ാമത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഹാഫ്. ദെൻ അടുത്തത് ഹാഫ് ഉണ്ടാവും. അതിന്റെ പകുതി 1/4. അതിന്റെ അടുത്ത പകുതി 1/4. ഇങ്ങനെ അതിന്റെ പകുതി ചാടി പോകും. ഇത് എത്രാമത്തെ ദിവസം ഫിനിഷ് ചെയ്യും? നോക്കാം. നമുക്ക് ചോദ്യം ഒന്നുകൂടി തിരിച്ചു വായിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. തവള ഓരോ ദിവസവും ആകെ അന്ന് ചാടാനുള്ള ദൂരത്തിന്റെ പകുതി ചാടും എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം എന്താണ്? എത്ര ദിവസം വന്നാലും അന്ന് ചാടാനുള്ള ദൂരത്തിന്റെ പകുതി അത് ബാക്കിയാകും എന്നുള്ളതാണല്ലോ. പകുതി ചാടും എന്ന് പറയുമ്പോൾ
അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട്, പകുതി എന്ത് ചെയ്യും, ഫിനിഷിങ്ങിലേക്ക് വേണ്ട പകുതി ദൂരം ബാക്കി വെച്ചിട്ടേ പോകുക എന്നാണ്. അപ്പോൾ എന്ന് വന്നാലും എന്നും അത് കുറച്ച് ഭാഗമെങ്കിലും ബാക്കിയായിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാവും, എത്രയൊക്കെ ചാടിയാലും അതിന് തൊട്ടടുത്തെത്തുക എന്നല്ലാതെ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഷാർപ്പ് 8ലേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, ഇതിനൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4 + 2 + 1 ഇവിടെ വരെ നമുക്ക് 7 കിട്ടിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 7 മീറ്റർ ചാടിയിട്ടുണ്ട്. ഇനി ആകെയുള്ളത് എന്താണ്, ½ + 1/4 + 1/2 + 1/16 + etc. ഇങ്ങനെ തുടർന്ന 1/4 + 1/2 + 1/4 + 1/18 + 1/16 + 1/32 etc. ഇങ്ങനെ പോകുന്ന ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടേണ്ടിയിരുന്നു, 1 കിട്ടുകയാണെങ്കിൽ അതിന്റെ സമ്മ് 1 ആവുകയാണെങ്കിൽ 7 + 1 8 ആകുമായിരുന്നു. സോ ഇങ്ങനെ ആഡ് ചെയ്താൽ ഒരിക്കൽ പോലും ആൻസർ എന്ത് കിട്ടില്ല, 1 ആവില്ല എന്നുള്ളതാണ്. 1/4 + 1/8 + 1/16 etc. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് എത്ര ആഡ് ചെയ്താൽ പോലും നമുക്ക് അതിന്റെ ആൻസർ എന്ത് കിട്ടില്ല, 1ന്റെ തൊട്ടടുത്ത ഒരു സംഖ്യയെ കിട്ടുള്ളൂ. ഇങ്ങനെ ഭിന്നസംഖ്യയിൽ ഒരുപാട് രസകരമായ പാറ്റേണുകളും ഒരുപാട് രസകരമായ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളൊക്കെ ഇനി തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിങ്ങിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ആശംസകളായിരിക്കും. നന്നായിട്ട് പഠിക്കുക, സേഫായിട്ടിരുന്ന് കാര്യങ്ങൾ പഠിക്കുക. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ പഠനത്തെ ഒരിക്കൽ പോലും പിന്നോട്ട് കൊണ്ടുപോകാതെ എല്ലാ സ്രോതസ്സുകളും എല്ലാ മീഡിയകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠനത്തിൽ മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ള ഒരു മെസ്സേജ് എന്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.